അപ്പോൾ ഞാൻ ഔട്ട്പുട്ട് സെക്ഷനിൽ ഞാനൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഓൺ ആക്കാൻ പോവുകയാണ്. UPSൻ്റെ പവർ ഓൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് എങ്ങനെയാണ് 7AH ബാറ്ററിയുടെ അകത്ത് നമുക്ക് ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാമെന്ന്. അപ്പോൾ മിക്ക കൂട്ടുകാർക്കും അത് അറിയാത്തതാണ്. പുതിയൊരു അറിവാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വർക്കിന് വന്നതല്ല, നമ്മൾ ഓൾറെഡി ഒരു സ്കൂളത്തെ വർക്ക് കംപ്ലീറ്റ് അവിടുത്തെ ലാബ് ഫ്ലോർ മാറ്റുന്ന ഒരു തിരക്കിലൊക്കെയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടാബുകൾ അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പുകളൊക്കെ നമ്മൾ അവിടെ 2 വർഷത്തോളം യൂസ് ചെയ്തതാണ്. അപ്പോൾ ഒക്കെ പുതിയത് വെച്ചിട്ട് പുതിയ ലാബ് സെറ്റ് ചെയ്യണ വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വർക്കും അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നതാണ്. അതിൻ്റെ വർക്കൊക്കെ ഉത്തരവാദിത്തം മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. മൊത്തത്തിൽ അവിടെ ഇലക്ട്രിക് വർക്ക് കാര്യങ്ങളൊക്കെയാണ്. ലാബ് മൊത്തത്തിൽ മാറ്റി ഫ്ലോർ മാറ്റുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ തുടരെ ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി കൊണ്ട് ഉള്ള വീഡിയോസുകളാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രാപ്പ് ലാപ്ടോപ്പുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാറ്ററി ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്കിതിൽ സീരിയലായിട്ടാണ് കൊടുത്തിട്ടുണ്ടാകുക. ഏതെങ്കിലും 1-2 ഷെല്ല് വീക്കായി കഴിഞ്ഞാൽ മറ്റുള്ള ഷെല്ല് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ 6 ഷെല്ലാണ് വരിക. അതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് 7AHൻ്റെ കുറേ UPSകൾ വന്നിട്ടുണ്ട്. ഈ UPS ഇതുപോലെ തന്നെയാണ്. നമുക്ക് യൂസ് ചെയ്യാതെ ഒരു 2-3 മാസം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. 7AHൻ്റെ ബാറ്ററിക്ക് പകരം നമ്മൾ ഈ 2 ലാപ്ടോപ്പിൻ്റെ ബാറ്ററി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് 10AHൻ്റെ മേലേക്ക് നമുക്ക് കിട്ടും. ബാക്കപ്പ് കൂടും, ഒരു 10-15 മിനിറ്റ് ചാർജിങ് ടൈം കൂടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ബാറ്ററി എങ്ങനെയാണ് ഇതിൽ യൂസ് ചെയ്യുക അതിനെ കുറിച്ചിട്ടുള്ളൊക്കെ ഒരു വീഡിയോസാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറേ ടാബുകൾ നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 150ഓളം ടാബുകളാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചുതരാം. ഇത് നമുക്ക് ക്വാഡ് കോർ പ്രോസറാണ് വരുന്നത്. ഒക്കെ വർക്ക് ചെയ്യുന്ന ടാബുകൾ തന്നെയാണ്. നമുക്ക് ഇതിൽ ഡുവൽ സിം ഇടാം. അതുപോലെ തന്നെ 4GB റാം ഉണ്ട്, 16GB ഇന്റേണൽ മെമ്മറി ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. 4GB റാമാണ് വരുന്നത്, 60GB ഇന്റേണൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈഫൈ ബ്ലൂടൂത്ത് കാര്യങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ. നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലറായിട്ടുള്ള രീതിയിലുള്ള ഡിസ്പ്ലേ എന്നല്ല. അപ്പോൾ ഇത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരാം. നമുക്ക് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു റേറ്റ് വരെ 400 രൂപയാണ്. കൊറിയർ ചാർജ് അടക്കം 500 രൂപ വരും. നമുക്ക് ഇതിൻ്റെ കൂടെ അഡാപ്റ്റർ അവൈലബിൾ അല്ല കേട്ടോ. നമ്മൾ ടാബ് മാത്രമേ ഉണ്ടാവുള്ളൂ. വർക്കിംഗ് ആണ്, ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. നമുക്ക് 3300 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് യൂസ്ഫുൾ ആണത് മാത്രമേ ഉള്ളൂ നമ്മൾ കൊറിയർ അയക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വരുന്ന ഒരു കവറിങ് കാര്യങ്ങളൊന്നും നമ്മളത് റിമൂവ് ചെയ്തിട്ടില്ല. അതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. എല്ലാതും അതേപോലെ തന്നെയാണ്. കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററി ബാക്കപ്പ് ഒക്കെ നമ്മൾ നോർമലി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് നമുക്കിത് എപ്പോഴാണ് സോൾഡ് ആകാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് സോൾഡ് ആയി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ഞാൻ പിൻ ചെയ്തിടും സോൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ടച്ച് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നിലവിൽ 5G അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് 4G വരെയുള്ളത് സപ്പോർട്ടാകുക. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.1 വൈഫൈ, അതുപോലെ തന്നെ 4.1 ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ മെമ്മറി കാർഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡുവൽ സിം യൂസ് ചെയ്യുക. ക്യാമറ 3.1ൻ്റെ ക്യാമറയാണ്. അത്യാവശ്യം നല്ല ടാബാണ് കേട്ടോ. നല്ല മൂവി ഇത് കൊണ്ടിരുന്ന ടാബ്. വർക്കിങ്ങിൻ്റെ കാര്യം ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതെന്തായാലും ഞാൻ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്പറിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. ഇത് നമുക്ക് ഏത് സമയത്ത് സോൾഡ് ആകും. സോൾഡ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റ് ഞാൻ പിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ കമൻറ്റ് ബോക്സ് നോക്കിയതിന് ശേഷം ഇത് സോൾഡ് ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്ക് എങ്ങനെയാണ് 7AHൻ്റെ ബാറ്ററി എങ്ങനെയാണ് മാറ്റിയിട്ട് നമ്മൾ ഒരു 10AH എങ്ങനെ ആക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മളിത് ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എന്തായാലും യൂസ് ചെയ്യാം. അപ്പോൾ കാരണം ഇപ്പോഴത്തെ നെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ടല്ലോ. അത് കാരണം നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് യൂട്യൂബ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഓൺലൈൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആണ്. ഇത് റേറ്റ് വരുന്നത് വെറും 400 രൂപയാണ് കേട്ടോ. 400 രൂപയ്ക്ക് നമ്മൾ അഡാപ്റ്റർ ഇല്ലാതെയാണ്. കൊറിയർ അയക്കുകയാണെങ്കിൽ 500 രൂപ വരും, കൊറിയർ ചാർജ് ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി മാറ്റുന്ന പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ UPS. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ജസ്റ്റ് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം.
അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ഓൺ ചെയ്തപ്പോൾ നമുക്ക് ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ പവർ വന്നതായിട്ടുള്ള ഇൻഡിക്കേഷന് കാര്യങ്ങളൊന്നും കാണിക്കണില്ല. ഇത് സാധാരണ നമ്മൾ UPSൻ്റെ ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് സംഭവിക്കുക. അപ്പോൾ മിക്ക ആളുകളും പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവണില്ല എന്ന് പറയും. അത് നമുക്ക് ബാറ്ററി ചാർജ് ഉണ്ടെങ്കിലുള്ളൂ നമുക്കതിൻ്റെ റിലേ ഓപ്പൺ ആകുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഓൺ ആവാത്തത്. അപ്പോൾ ബാറ്ററി ലോ ആയിക്കഴിഞ്ഞാൽ ഡെഡ് ആയി കഴിഞ്ഞാലും ഇതുപോലെയാണ് സംഭവിക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 2019 എന്നുണ്ട്. ഇത് സർവീസോ കാര്യങ്ങളൊന്നും കഴിയാത്തതാണ്. സീലൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. പുതിയ UPS ഇതുപോലെ നമുക്ക് ഒരു 2 വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം 1 ഇയർ വാറണ്ടി വരുന്ന ഒരു ബാറ്ററിക്ക്, നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിക്ക് 850 രൂപ വരും. 600-650 രൂപയൊക്കെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അതൊന്നും നമുക്ക് ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് ലിഥിയം അയൺ ബാറ്ററി വെച്ചിട്ട് നമ്മളിത് എങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്നാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ള ബാറ്ററി. നമുക്ക് ബാറ്ററി സെപ്പറേറ്റ് എടുത്തിട്ടൊന്ന് വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വർക്കിംഗ് ആണോ എന്തോ എന്ന് അറിയാം. ആണ് കാണിക്കുന്നത്. 12 വോൾട്ട് കാണിക്കേണ്ട ബാറ്ററിയാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ബാറ്ററി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ വോൾട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൺ 1.8 കാണിക്കുന്നത്. 2.30 കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം.
പിന്നെ 3 ബാറ്ററി വർക്കിംഗ് ഓക്കെയാണ്. 3ഉം നല്ല രീതിയിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പിനാണ് ഇത്. ബാക്കപ്പ് അത്യാവശ്യമുള്ള ലാപ്ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഓൾഡ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി മാത്രം ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഒന്നും മാറ്റേണ്ടതില്ല. അപ്പോൾ നമ്മൾ പിന്നെ ബാറ്ററിയുടെ ടെർമിനൽ കാര്യങ്ങളൊക്കെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓണായി, റിലേ ഓപ്പണായി. ഇവിടെ ബ്ലൂ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നോക്കാം. അപ്പോൾ വർക്കിംഗ് ഓക്കെയാണ്. ഇനി നമുക്കിനി ബാറ്ററിയിൽ കുറച്ച് ലോ വോൾട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ചാർജിങ്ങിൽ ഇടണം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സെക്ഷനിൽ നമുക്കൊരു ലാമ്പ് കൊടുത്ത് നോക്കിയിട്ട് UPSൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ പവർ ബട്ടൺ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. അപ്പോൾ വർക്കിംഗ് ഓക്കെയാണ്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പവർ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ബാക്കപ്പിലാണ് ഉള്ളത്, പക്ഷേ ബാറ്ററി ലോ ആണ്. അപ്പോൾ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ നമുക്ക് ചാർജിങ്ങിൽ ഇടണം. A few moments later.
അപ്പോൾ ഗായ്സ് ഇതിൻ്റെ കേസ് ക്ലോസ് ചെയ്യാതെ തന്നെ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഒരു അരമണിക്കൂറോളം ചാർജിങ്ങിലിട്ടു. അപ്പോൾ ഓൾറെഡി ചാർജ് കമ്മിയായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു 100 വാട്ട്സിൻ്റെ ഫിലിമെൻറ്റ് ബൾബാണ്. പിന്നെ ഇപ്പോൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ 2 ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. പിന്നെ ഒരു സൈഡ് 6 ഒരു സൈഡ് 6 ആണ്. അതായത് 2 എണ്ണം പിന്നെ പാരലായിട്ടും ബാക്കി 6 എണ്ണം സീരിയലായിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു 100 വാട്ട്സിൻ്റെ ഒരു ബൾബ് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഔട്ട്പുട്ട് സെക്ഷനിൽ ഞാനൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഓൺ ആക്കാൻ പോവുകയാണ്. UPSൻ്റെ പവർ ഓൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് UPS ഓൺ ആയിട്ടുണ്ട്. കൂടുതൽ നേരമൊന്നും വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ ഒരു അരമണിക്കൂറാണ് ഇത് ചാർജിങ്ങിലിട്ടത്. ഇത് ചൂടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടിനൊരു എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കത് 100 വാട്ട്സിൻ്റെ ബൾബാണ്. നമുക്ക് എത്ര ടൈം എടുക്കുന്നുണ്ട് നോക്കാം. എന്തായാലും ഇത് നമുക്കതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം ചാർജിങ്ങിൽ ഇടേണ്ടതായിരുന്നു. കാരണം ബാറ്ററി നമ്മൾ യൂസ് ചെയ്യാത്ത ബാറ്ററി ആയത് കാരണം ചാർജ് കമ്മിയാണ്. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന 7AH ബാറ്ററിയാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് എങ്ങനെയാണ് 7AH ബാറ്ററിയുടെ അകത്ത് നമുക്ക് ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാമെന്ന്. അപ്പോൾ മിക്ക കൂട്ടുകാർക്കും അത് അറിയാത്തതാണ്. പുതിയൊരു അറിവാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. UPS ബാറ്ററി, അതായത് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ നമുക്കത് ബാറ്ററി വാട്ടർ ഉണ്ടാവും. അത് സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ബാറ്ററി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മളുടെ പഴയ ഒരു 2013-15 നമ്മളുടെ ടാബുകൾ ഉണ്ടായിരുന്നല്ലോ, മൊബൈൽ ഫോണ്, ചൈനയുടെ ഫോണൊക്കെ ആദ്യം ഇറങ്ങിയിരുന്നല്ലോ, നമ്മളെ ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. അതറിയുന്നവർ മെൻഷൻ ചെയ്യുക. പഴയ ടെക്നീഷ്യന്മാർക്കൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ചാൽ മതി. ലെഡ് ആസിഡ് ബാറ്ററി എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തായാലും ബാറ്ററി വാട്ടർ ഉണ്ടാകും. അപ്പോൾ നമ്മളെ ബൈക്കിൽ യൂസ് ചെയ്യുന്ന ബാറ്ററികളിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഇതിവിടെ ബാക്കപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് അവിടെ വർക്ക് ചെയ്യട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതും കാണിക്കാം. അപ്പോൾ അതിൻ്റെ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ അത് ഡിസ്റ്റർബ് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ പ്രസ് ചെയ്യാം. ഇതൊരു കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു ഷീറ്റ് ഉണ്ടാവും. കണ്ടോ, ഈ ഒരു ഷീറ്റ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക. സിമ്പിളാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു കയ്യിൽ വെച്ച് താഴ്ത്തി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ചെയ്യുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത്. എന്താ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ പോലത്തെ ഒരു റബ്ബർ ബുഷ് തെറിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 6 ബുഷുകൾ ഇതുവരെ വരും, റബ്ബർ ബുഷുകൾ. 1 2 ഞാനിപ്പോൾ എന്തായാലും ഇത് എടുത്ത് കാണിക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1 2 3 4 5 6. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു 50 ഗ്രാം മില്ലി മതി. 50 മില്ലി നമ്മൾ ബാറ്ററി വാട്ടർ നമ്മൾ സിറിഞ്ചിൽ എടുത്തതിന് ശേഷം ഇതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഒരു 6 മാസത്തോളം നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് കൂട്ടിയെടുക്കുക. അപ്പോൾ ഇതാരും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുക. അതുപോലെ ബാറ്ററി വാട്ടർ നമുക്ക് 1 ലിറ്റർ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് 20 രൂപക്ക് 1 ലിറ്റർ വാങ്ങിക്കാൻ കിട്ടും. 1 ലിറ്ററൊന്നും വേണ്ട, നമുക്കിത് 50 മില്ലി മതി. ഇനി ബാറ്ററി വാട്ടർ നിങ്ങളടുത്ത് സ്റ്റോക്കില്ല, വാങ്ങിക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മഴവെള്ളം എടുക്കുക. നമ്മൾ ഡയറക്റ്റായിട്ട് മഴവെള്ളം എടുത്തതിന് ശേഷം 1 ലിറ്റർ മഴവെള്ളത്തിൽ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു സിറിഞ്ചിലാക്കിയിട്ട് ഇതിൽ ഫില്ല് ചെയ്താൽ മതി. അത് നിങ്ങൾ വലിയ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇൻവേർട്ടർ ബാറ്ററി ആണെങ്കിലും ആ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. പക്ഷേ അതിനേക്കാൾ നല്ലത് നമുക്ക് 1 ലിറ്റർ നമുക്ക് 20 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ നമുക്ക് 1 ലിറ്റർ ഒന്നും വേണ്ട. ഒരു സിറിഞ്ചിൽ നമ്മൾ 2 സിറിഞ്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 50 മില്ലി പോലും ആവശ്യം വരില്ല. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ഈ ഒരു ബുഷ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു 6 ബുഷ് ഉണ്ടാവും. ഒരു ബുഷ് താഴത്ത് വീണിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഷീറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം നമുക്ക് പിന്നെയും ഒരു 6 മാസം നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ നമ്മൾ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കപ്പ് ഞാൻ എന്തായാലും ഓഫ് ചെയ്യാണ്. ഇപ്പോൾ തന്നെ നമുക്കൊരു 10 മിനിറ്റിൻ്റെ അടുത്ത് നമുക്കത് ബാക്കപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഇത് ഹീറ്റായിട്ടുണ്ട് കേട്ടോ കൂടുതൽ നേരം. അപ്പോൾ ഞാൻ എന്തായാലും UPS ഓഫ് ചെയ്യാൻ പോവാണ്. ഞാനത് ക്ലോസ് ചെയ്യാണ്.
അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. നമ്മളിതിൽ 2 ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12 ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12 ബാറ്ററി ആകുമ്പോൾ നമുക്ക് പിന്നെ ഒരു ബാറ്ററി വരുന്നത് 3.7 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്കിതിൽ വരുന്നത് പിന്നെ എച്ച് കണക്കാക്കുകയാണെങ്കിൽ നമുക്കിതിൽ പിന്നെ 8 എച്ചിൻ്റെ അടുത്ത് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് സാധാരണ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത് പിന്നെ 12 വോൾട്ട് 7 എച്ചാണ് വരിക. ഇത് നമുക്ക് 8 എച്ചിൻ്റെ അടുത്ത് നമുക്ക് ഇതിനേക്കാളും ബാക്കപ്പ് നമുക്ക് ഈ ലിഥിയം അയൺ ബാറ്ററി ഉണ്ടാവുക. പക്ഷേ നമുക്കിത് പുതിയത് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് വരും. പുതിയത് നമുക്ക് ഫിലിപ്സിൻ്റെ ഒരു ഷെല്ല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെ 250 രൂപ വരും. അപ്പോൾ തന്നെ നമുക്ക് പിന്നെ 12 ഷെല്ല് വാങ്ങിക്കുമ്പോൾ നമുക്ക് 2000 സംതിങ്ങിൻ്റെ അടുത്ത് റേറ്റ് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതുപോലുള്ളത് വാങ്ങിക്കാവുന്നതല്ല. ഇത് നമുക്ക് 650 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഡെഡായിട്ടുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്ക്രാപ്പ് എന്നൊക്കെ നിങ്ങൾക്ക് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് നിങ്ങൾ പുതിയത് വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് പിന്നെ ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഇത് വാങ്ങിക്കാവും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഗായ്സ് നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.